മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ നമ്മുടെ അനുമോള് ജിഷിനോട് അക്ബറിനെയും അക്ബറിൻ്റെ ടീമിനെ കുറിച്ചും പറയുകയാണ്. അനുമോള് പറയുന്നത് ആ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ പോയാലേ അവരുടെ സ്വഭാവം മനസ്സിലാകൂ. കാരണം അവർ ഒരുമിച്ച് ഇപ്പോൾ ഇരുന്ന് ചിരിച്ചും കളിച്ചുമൊക്കെ ഇരിക്കും. അവരിൽ നിന്നും ഒരാൾ പോയാൽ പെട്ടെന്ന് സങ്കടപ്പെട്ടിരിക്കും. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ അവർ ആ സങ്കടം മറക്കും. അതെനിക്ക് മനസ്സിലായത് അന്ന് നെവിൻ ഔട്ടായി പുറത്തു പോയപ്പോഴാണ്. നെവിൻ പുറത്തുപോയി ഒരു 1-2 മണിക്കൂറത്തേക്ക് എല്ലാവരും ഭയങ്കര സങ്കടത്തിലും കരച്ചിലും ദേഷ്യത്തിലും ഒക്കെ ആയിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ചിരിക്കുന്നു, മറിയുന്നു. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. അവൻ തിരിച്ചു വരുമെന്ന് ഇവിടെയുള്ള ആരും കരുതിയില്ല. അവനെക്കുറിച്ച് എല്ലാവരും പെട്ടെന്നാണ് മറന്നുപോയത്. ഈ കാണുന്ന ഫ്രണ്ട്ഷിപ്പും സ്നേഹവും മാത്രമേ ഉള്ളൂ. കാണുമ്പോൾ ചിരിക്കും മിണ്ടും എന്നല്ലാതെ സ്നേഹമൊന്നും ആരുടെയും മനസ്സിലില്ല. ഈ ആഴ്ചത്തെ എലിമിനേഷനിൽ എന്തായാലും ആ ടീമിൽ നിന്നും ഒരാൾ പോകണം. എങ്കിലേ അവരുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാകൂ എന്നാണ് നമ്മുടെ അനുമോള് ജിഷിനോട് പറയുന്നത്. ഈ പറയുന്നത് നമ്മുടെ അക്ബറിനെയും അക്ബറിൻ്റെ ആ ടീമിനെയും കുറിച്ചാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഔട്ടാകണം. അവസാനം ഒരാൾക്കാണ് കപ്പ് കിട്ടുന്നത്. പിന്നെ സ്നേഹവും ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണും. ഒരാൾ ഔട്ടായെന്ന് പറഞ്ഞ് ആ ആളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാനൊന്നും ഇവിടെ പറ്റില്ലല്ലോ. പിറ്റേ ദിവസമാകുമ്പോൾ വീണ്ടും ഗെയിം തുടങ്ങും, പുതിയ ടാസ്കുകൾ വരും, ആക്ടിവിറ്റികൾ വരും. അപ്പോൾ എല്ലാവരും ചേഞ്ച് ആകും. അത് അവരുടെ സ്വഭാവമല്ല. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അങ്ങനെയാണ്. അതാണ് ബിഗ് ബോസ്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായി വീണ്ടും വരാം.